പ്രിയപ്പെട്ടവരെ, ഇവിടെ വേദിയിലുള്ള ശ്രീരാമേട്ടൻ, ബോണി തോമസ്, ബിനിൽ, ഗിരിജ, എല്ലാവർക്കും, വേദിയിലുള്ള ഗീതേച്ചി, ബോസ്, എന്ന എല്ലാ ആളുകൾക്കും ഞാൻ ഒന്നുകൂടി സ്വാഗതം പറയുന്നു. ഇതിൻ്റെ ഒരു ഔചിത്യമുണ്ട്. ഈ ചർച്ചയിൽ വി കെ ശ്രീരാമൻ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയൊരു ഔചിത്യമാണ്. കാരണം 3 നാൾ മുമ്പെയാണ് അദ്ദേഹം എഴുതിയ കുന്നംകുളങ്ങരെ എന്ന ദേശചരിത്രം വലിയൊരു സദസ്സിൽ കുന്നംകുളത്ത് പ്രകാശനം ചെയ്തു. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ സംസാരിക്കാനും പങ്കെടുക്കാനും ഏറ്റവും അധികം അർഹനായിട്ടുള്ള ആളാണ് വി കെ ശ്രീരാമൻ. അതിലെങ്ങനെയാണ് ആ ചരിത്രം എഴുതിയിട്ടുള്ളത് എന്ന് ഞാൻ ഒന്ന് അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ സാധാരണഗതിയിൽ ഒരു ചരിത്രം എഴുതുമ്പോൾ ഈ എഴുതുന്ന ആളുടെ ഒരു വ്യക്തിപരമായ വിവരവും ഉണ്ടാവില്ല. ഇപ്പോൾ റൊമീള താപ്പർ ചരിത്രം എഴുതുമ്പോൾ റൊമീള താപ്പർ എനിക്ക് തോന്നി, എൻ്റെ ഓർമ്മ എങ്ങനെ തുടങ്ങുന്നു എന്ന് ഒരു വ്യക്തിപരമായ ആത്മകഥാപരമായ ഒരു ഭാഗവും ഒരു വിവരണവും അതിലുണ്ടാവില്ല. പക്ഷേ വി കെ ശ്രീരാമൻ അങ്ങനെയല്ല ചരിത്രം എഴുതുക. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം, അവിടുന്ന് ഒരു നാട്ടുവിശേഷം, അവിടെ ആ വഴിയിൽ കണ്ടെത്തിയ ചില അടയാളങ്ങളിൽ നിന്നുള്ള പിന്നോട്ട് പോക്കുകൾ, ഇങ്ങനെ അവനവൻ്റെ സ്മരണകളും അവനവൻ്റെ കാഴ്ചകളും ആ നാടിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ള മുഴുവൻ ചരിത്രം എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി വിവരിക്കാനോ വിശേഷിപ്പിക്കാനോ സാധ്യമല്ലാത്ത വിധത്തിൽ, അതേസമയം ആ ചരിത്രത്തെക്കാളും ഒക്കെ എൻറിച്ച്ഡായ സമ്പന്നമായ വേറൊരു ചരിത്രം, അതാണ് ഈ വി കെ ശ്രീരാമൻ്റെ കുന്നംകുളങ്ങരെ എന്നുള്ള പുസ്തകത്തിൻ്റെ വിശേഷം. അപ്പോൾ അത് ചരിത്രമായിട്ട് നമുക്കത് പറയാൻ പറ്റുമോ, അതോ വ്യക്തിയധിഷ്ഠിതമായ ഒരു ലോകത്തിനോടുള്ള ഒരു പ്രതികരണമായിട്ടാണോ പറയാൻ പറ്റുക, ഇത് രണ്ടും കൂടിക്കലർന്നതായിട്ടാണോ പറയാൻ പറ്റുക? അക്കാഡമിക് ചരിത്രകാരന്മാർ ഇതിനെന്ത് മൂല്യമാണ് കൽപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചരിത്രരചനയുമായിട്ട്, ചരിത്രവിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം കഥകൾക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ഗ്രാമമായ ശ്രീകൃഷ്ണപുരം, പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം എന്ന് പറയും. ആ ഗ്രാമത്തിനെക്കുറിച്ച് നാളെ പ്രകാശിപ്പിക്കാൻ പോകുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ചിറ്റാറ് മുതൽ പേരാറ് വരെ. അത് ഒരു വളരെ അക്കാഡമിക്കായ ഒരു ദേശചരിത്രമാണ്. അതിൻ്റെ മുമ്പേ രാജേന്ദു എന്നൊരു ഗവേഷകൻ ആ പ്രദേശത്തെ, ഈ കോഴിക്കോടിൻ്റെ ആദ്യ രൂപമായ നെടുങ്ങനാട് എന്നുള്ള പ്രദേശത്തെപ്പറ്റി ഒരു ചരിത്രം, ഈ ഒരുപാട് രജിസ്ട്രാർ ഓഫീസുകളും കച്ചേരികളും ഒക്കെ കയറിറങ്ങി രേഖകൾ മുഴുവൻ പരിശോധിച്ച് വളരെ ബൃഹത്തായ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പേ ദേശായനം എന്ന പേരിൽ തന്നെ ആ ഗ്രാമത്തിൻ്റെ ഒരു ചരിത്രം, വളരെ വിപുലമായിട്ടുള്ള ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ദേശചരിത്രം എന്നുള്ള പേരിൽ ഇതേ സംഗതിയെപ്പറ്റി വേറൊരു വീക്ഷണത്തോടുകൂടി ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തെ പറ്റി, വളരെ ചെറിയ ഒറ്റപ്പാലം താലൂക്കിലെ ഒരു ബ്ലോക്കാണ്. പക്ഷെ പണ്ട് ശ്രീകൃഷ്ണപുരം നിയോജകമണ്ഡലമായിരുന്നു, ഇപ്പോൾ അതല്ല. ആ സ്ഥലത്തെപ്പറ്റി 4 പുസ്തകങ്ങൾ ഒരു 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഈ പ്രാദേശിക ചരിത്രത്തിന് നമ്മുടെ ചരിത്രബോധത്തിൽ വലുതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാണ് തെളിയിക്കുന്നത്. ഇത് എൻ്റെ കാര്യം പറയാനോ എൻ്റെ നാടിൻ്റെ കാര്യം പറയാനോ അല്ല, പ്രാദേശിക ചരിത്ര രചന ഇന്ന് വളരെ വലിയ ഒരു രചനാ പദ്ധതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ അതിനെപ്പറ്റി അതിൻ്റെ ചരിത്ര മൂല്യം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം വി കെ ശ്രീരാമനോട് സംസാരിക്കാൻ പറയാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചരിത്രം എഴുതാനുള്ള യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. കാരണം ചരിത്രം എഴുതണമെങ്കിൽ ചരിത്രം പഠിക്കണം, അല്ലെങ്കിൽ അക്കാഡമിക് ചരിത്രം പഠിക്കണം, അതിനുള്ള സ്കൂളിലൊക്കെ പോകണം. നമ്മളങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കേരളത്തിലൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്കത് ഈ സ്കൂളിൽ പോയിട്ട് അങ്ങനെ അധികം
അല്ലെങ്കിൽ കോളേജിലൊന്നും പോയിട്ട് അവിടെ ഇങ്ങനെ വാതിലടച്ചിട്ട് ഉള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ ചെറുപ്പം തൊട്ടേ ഉള്ള ഈ ആൾക്കാരെയൊക്കെ കാണുക, ആൾക്കാർ വർത്തമാനം പറയണത് കേട്ട് വായിൽ നോക്കി നിൽക്കുക, നമ്മളടുത്തുള്ള ചായപ്പീടികയിലൊക്കെ ചെന്നിരിക്കുക, അവർ സംസാരിക്കുന്നുണ്ടാവും, വീട്ടിൽ അമ്മമ്മ സംസാരിക്കുന്നുണ്ടായിരിക്കും, അച്ഛൻ സംസാരിക്കുന്നത്, ഇവരൊക്കെ വർത്തമാനം പറയുന്നത് കേൾക്കുക. അതിലൊന്നും ചെറുപ്പത്തിലൊന്നും ഇടപെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് കണ്ട കാഴ്ചകൾ, അവർ പറഞ്ഞ വർത്തമാനങ്ങൾ പിൽക്കാലത്ത് ഇല്ലാതെ ആയി പോകുന്നുണ്ട്. അത് ഒരു പക്ഷേ ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 വിഭാഗം ചരിത്രം, അല്ലെങ്കിൽ ആ ചരിത്രത്തിൻ്റെ അങ്ങനെയുള്ള ഒരു ഭാഗം, അങ്ങനെയുള്ളൊരു വകുപ്പ് ഈ ഓറൽ ഹിസ്റ്ററി ഇല്ലാണ്ടായിപ്പോയി. അക്കാഡമിക് ചരിത്രം മാത്രമായി, അല്ലെങ്കിൽ എഴുതപ്പെടുന്ന വേറെ ഏതോ ഒരു ചരിത്രം, മനുഷ്യന്മാർ വർത്തമാനം പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ചരിത്രം ഇല്ലാതെയായിപ്പോയി. ആ ചരിത്രത്തെയാണ് ഒരു പക്ഷേ ഞാൻ അത്ര ബോധപൂർവം അല്ലാതെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലെങ്കിൽ ഞാൻ എഴുതുമ്പോൾ ഒരു പക്ഷേ അതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. ആൾക്കാർ പറഞ്ഞു കേട്ടത്, ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് ചിലർ സ്വകാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് പറയാൻ സാധ്യതയുള്ളത്, നമ്മൾ നേരിട്ട് കണ്ടത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് ഒരു വായനാ സാധ്യതയുണ്ട് എന്ന് ആണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചരിത്രാഖ്യായികളല്ലാതെ, ചരിത്രാഖ്യായികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർത്താണ്ഡവർമ്മയോ രാമരാജ ബഹദൂറോ അങ്ങനെയുള്ള സംഗതികളുണ്ട്, അത്തരത്തിലുള്ള ഫിക്ഷനല്ല. ഒരു പക്ഷേ 23-ാമത്തെ വയസ്സിലൊക്കെ MT വാസുദേവൻ നായർ എഴുതുന്ന നാലുകെട്ട് ഒരു പക്ഷേ ഞാൻ ഈ ഒരു ഗണത്തിൽപ്പെട്ട ഒരു പുസ്തകമായിരിക്കാം. അതിൽ ഫിക്ഷനാണെന്ന് പറയാം. ഫിക്ഷനാണെങ്കിലും ഈ നാലുകെട്ടിൽ ഉള്ളതൊക്കെ കൂടല്ലൂരുള്ള ആൾക്കാരാണ്, അവിടെയുള്ള സംഗതികളാണ്. ഈ നാലുകെട്ടിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് സാഹിത്യ അക്കാദമിയുടെ അതിൻ്റെ ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിനെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടല്ലൂർ പോയപ്പോൾ അവിടെ കോന്തുണ്ണി നായർ വിഷം പറ്റി മരിച്ചത് അവിടുത്തെ ചരിത്രമാണ്, ഉള്ള സംഗതിയാണ്. അത് MT നാലുകെട്ടിൽ വെറുതെ എഴുതിയിട്ടുള്ളതല്ല. മരിച്ച ആളുടെ പേര് കോന്തുണ്ണി നായർ എന്നാണ്. വിഷം കൊടുത്ത ആളുടെ പേര്, കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുടെ പേര് സൈദാലിക്കുട്ടി എന്നാണ്. അത് രണ്ടും ഉണ്ടായിരുന്നതാണ്. മുത്താച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ 137ഓളം കഥാപാത്രങ്ങളുള്ള ഈ പുസ്തകത്തിനകത്ത് ഈ 137 ആൾക്കാരുടെ പേരും അതുപോലെയാണ് MT വാസുദേവൻ നായർ എഴുതിയിട്ടുള്ളത്. അപ്പുണ്ണി മാത്രം അതിലില്ല കേട്ടോ, ബാക്കിയുള്ളതൊക്കെ അതിലുള്ള കഥാപാത്രങ്ങളാണ്, അവരുടെ പേരും ആ ചരിത്ര ആ ഒരു ഭൂമികയിൽ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ ഉള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം ഈ കഥ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെനിക്ക് വളരെ വളരെ കൗതുകരമായിട്ട് തോന്നി. ഇപ്പോൾ രണ്ടാമത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഈ സൈദാലിക്കുട്ടിയുടെ മകനെ ഞാൻ കണ്ടു. അയാളുടെ പേരും സൈദാലിക്കുട്ടി തന്നെയാണ്. അയാളോട് ആദ്യം തന്നെ ചോദിച്ചു, അയാളിത് ഒഴിഞ്ഞു മാറി. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, കാരണം അയാളുടെ ഉപ്പാടെ ഉപ്പ കോന്തുണ്ണി നായർക്ക് വിഷം കൊടുത്ത് കൊന്നു എന്നാണ് കൂടല്ലൂക്കാർ വിശ്വസിക്കുന്നത്. ഈ കഥയ്ക്ക് അകത്തും അതും ഉണ്ടായതാണ്. അപ്പുണ്ണി ആദ്യം തന്നെ പറയണത്, എന്തെങ്കിലും എനിക്ക് ശക്തി ഉണ്ടാവുകയാണെങ്കിൽ കോന്തുണ്ണി നായരെ ശരിപ്പെടുത്തുമെന്നാണ് പറയുന്നത്, അല്ല സൈദാലിക്കുട്ടീനെ ശരിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൈദാലിക്കുട്ടിയുടെ മകൻ്റെ പേരും സൈദാലിക്കുട്ടി എന്നാണ്. പന്നിക്കഴയ്ക്കൽ സൈദാലിക്കുട്ടി, തറവാട്ടും പേരും അത് തന്നെയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, ആദ്യം തന്നെ ചോദിച്ചത്, നിങ്ങളുടെ ഫാമിലി ചരിത്രം വളരെ മോശമാണല്ലോ എന്ന്. അപ്പോൾ അയാൾക്കാകെ വിഷമായി. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നിങ്ങളുടെ ഉപ്പാടൊപ്പ കോന്തുണ്ണി നായരെ വിഷം കൊടുത്ത് കൊന്നു എന്നാണല്ലോ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല എൻ്റെ ഉപ്പാടൊപ്പ. അങ്ങനെ പക്ഷേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു കേസും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഉപ്പാടൊപ്പം നാട് വിട്ടുപോയി, അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പ്രവാസി സംഘത്തിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇപ്പോൾ ഉള്ള സൈദാലിക്കുട്ടി. നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പാടൊപ്പം ഇങ്ങനെ വിഷം കൊടുത്ത് കൊല്ലുന്ന ആൾക്കാരെ വിരുന്നിന് വിളിച്ചിട്ട് വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു ആൾ എന്നുള്ളത് പറയാൻ പറ്റില്ല. ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ KC നാരായണൻ ആ സമയത്ത് അതിലത്തെ ഒരു സാമ്പത്തിക ശാസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ വരുമാനം എങ്ങനെയാണ്, ആൾക്കാരുടെ ജോലി എന്താണ്. അതുപോലെ ഇപ്പോൾ കരിക്കുറ നിലം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ, പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തീരത്ത് കൃഷി ചെയ്യണതിന് അങ്ങനെ ഒരു പേര് പറയും, കരിക്കുറ നിലം
പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുക, അവിടെ കൊള്ളി കുത്തുക എന്നാണ് പറയും മരച്ചീനി കൃഷിക്ക്. ആ കൊള്ളി കുത്തിയതിൻ്റെ തർക്കത്തിൽ നിന്നാണ് ഈ കോന്തുണ്ണി നായരെ വിഷം കൊടുത്ത് കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ യാഥാർത്ഥ്യങ്ങൾ അതുപോലെ പറയുമ്പോൾ അത് ചരിത്രമായിട്ട് മാറുന്നുണ്ട്. ഒരുപക്ഷെ ആ കാലത്തുള്ള ഈ മനുഷ്യരുടെ പേരും അവരുടെ തൊഴിൽ, അവരുടെ വരുമാനം, അവരുടെ ജീവിതം, അവരുടെ പരിസരങ്ങൾ ഒക്കെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് നാലുകെട്ടിൽ. ഒരുപക്ഷെ അത് ഈ കൂടല്ലൂരിൻ്റെ ചരിത്രമായിട്ടും വായിക്കാവുന്നൊരു പുസ്തകമാണ്. പക്ഷേ നമ്മളത് ചരിത്രമായിട്ട് വായിക്കുമ്പോൾ ഒരിക്കലും അത് ഒരു പക്ഷേ നിയമപരമായിട്ട് അത് ചരിത്രത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളിലല്ല നിൽക്കുക. അത് ഒരു ഫിക്ഷൻ എന്നുള്ള നിലയ്ക്ക്, അതൊരു ഭാവന എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അപ്പോൾ അത് കേസ് വന്നു കഴിഞ്ഞാൽ MT വാസുദേവൻ നായർ കുടുങ്ങും. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ കേസ് കൊടുക്കുകയാണ്, എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ വിഷം കൊടുത്ത് കൊല്ലുന്ന ആളാണെന്നുള്ളത് മൂപ്പര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ തെളിവൊന്നുമില്ല കോടതിയിൽ. പക്ഷേ അദ്ദേഹം എങ്ങനെ എഴുതി ഞങ്ങളുടെ കുടുംബത്തിന് അപകീർത്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കേസുണ്ടാവും. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അന്നത്തെ കാലമാണ്. കാരണം ഈ 23 വയസ്സുള്ള കാലത്ത് അങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. പുതിയ തലമുറ അതിനുവേണ്ടി കേസിനൊന്നും പോകുന്നില്ല. ഇപ്പം ഇങ്ങനെയുള്ള ഈ നാട്ടു ചരിത്രം എഴുതുമ്പോൾ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. മുഴുവൻ കാര്യങ്ങളും എഴുതാൻ പറ്റില്ല. അവിടുന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് പട്ടിത്തറ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്ത് ഒരു 5-8 കൊല്ലം മുൻപ് ഒരു പുസ്തക പ്രകാശനം ഉണ്ടായി. റഫീഖ് അഹമ്മദൊക്കെയാണ് തോന്നുന്നത്, ആലങ്കോട് ലീലാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ഈ പുസ്തക പ്രകാശനത്തിന് പോയത്. അതൊരു നാട്ടുചരിത്രമായിരുന്നു. നാട്ടുചരിത്രം പ്രകാശനം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അവിടെ ഭയങ്കര അടി നടന്നു. പ്രകാശനം ചെയ്യാൻ വന്നവരെയൊക്കെ ഓടിപ്പിച്ചു, പുസ്തകങ്ങൾ കത്തിക്കുന്നു, ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇത് എന്നെ വിളിച്ചതാ, ഭാഗ്യത്തിന് ഞാൻ പോയില്ല, നമുക്ക് അടി കിട്ടുമായിരുന്നു അതിൽ. അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു നാട്ടുചരിത്രമായിരുന്നു. പക്ഷെ ചില സ്ഥലത്തൊക്കെ ചില കുഴപ്പം പിടിച്ച സത്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് പത്മനാഭൻ നായർ തങ്കമണിയുമായി വേഴ്ചയുള്ളതായി നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അയാളെന്ന് പറഞ്ഞാൽ അയാളുടെ മക്കളൊക്കെ വലിയ IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള ആളെ പറ്റിയിട്ടാണ് ഈ നാട്ടുചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നത്. തങ്കമണി ആ ബന്ധത്തിൽ ഗർഭിണിയാവുകയും അതിനെ തുടർന്ന് വലിയ കോലാഹലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 വരിയാണ്. ഇങ്ങനെ പല ആൾക്കാരെ പറ്റിയിട്ടും കുടുംബത്തിലെ മഹാന്മാരായിട്ടുള്ള പല ആൾക്കാരെ പറ്റിയിട്ടും ആ പുസ്തകത്തിൽ ഈ നാട്ടുചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാട്ടുചരിത്രം ഏത് വരെ എഴുതാമെന്നും കൂടി ആദ്യം നാട്ടുചരിത്രകാരൻ ശ്രദ്ധിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഞാനിത് കഴിഞ്ഞിട്ട് നിർത്താമെന്ന് പറയണം. ഈ അടുത്ത് നമ്മൾ പ്രകാശനം ചെയ്യപ്പെട്ട ഒരുപക്ഷെ കേരളത്തിലെ പ്രാദേശിക ചരിത്ര പുസ്തകങ്ങളുടെ നിരയിൽ തന്നെ ആദ്യത്തേത് എന്ന് പറയപ്പെടുന്ന വന്നേരി നാട് എന്ന് പറഞ്ഞ പുസ്തകം, അത് കളക്ഷനാണ്. പല ആൾക്കാരും എഴുതിയിട്ടുള്ളതാണ്. കൊളാടി ഗോവിന്ദൻകുട്ടിയുടെ ആയിട്ട്. ഒരുപക്ഷെ കൊളാടി ഗോവിന്ദൻകുട്ടി വരെ മാത്രമേ ചരിത്രത്തിൽ ഉണ്ടാവുള്ളൂ. കൊളാടി ഗോവിന്ദൻകുട്ടിയുടെ ജ്യേഷ്ഠൻ ഒരാളായിരുന്നു കൊളാടി ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള കൊളാടി ബാലകൃഷ്ണനാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1930 അതിൻ്റെ ചില പ്രകടനങ്ങൾ പൊന്നാനിയിൽ നടത്തുകയും കേരളത്തിൽ തന്നെ അപരിചിതമായിട്ടുള്ള രീതിയിൽ ചില സമരമുഖങ്ങൾ തുറക്കുകയും ചെയ്തു. അതായത് ഈ വന്നേരി നാട്ടിലേക്ക് കനോലി കനാലിൻ്റെ അപ്പുറത്ത് നിന്ന്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് നായാടി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർക്ക് കടക്കാൻ പാടില്ല എന്നാണ് ഈ പഴയ നിയമം. അവർക്ക് വല്ല ഭക്ഷണ സാധനങ്ങളോ അതോ കല്യാണമോ അടിയന്തരങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭക്ഷണ സാധനങ്ങൾ തോടിൻ്റെ അവിടെ വഞ്ചിയിൽ കൊണ്ടുപോയിട്ട് അക്കരയ്ക്ക് എത്തിക്കണം. അവർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് അവിടുത്തെ ഒരു അലിഖിത നിയമമായിരുന്നു വന്നേരി നാട്ടിൽ. പ്രത്യേകിച്ചും പുന്നയൂർക്കുളം തൊട്ട് ഈ മാറഞ്ചേരി വരെയുള്ള സ്ഥലത്ത്. ഒരു ദിവസം പെട്ടെന്ന് ഏഴത്തൂർ മനയ്ക്കലെ നമ്പൂതിരി വലിയ ഭൂസ്വത്തൊക്കെ ഉള്ള ആളാണ്, ധാരാളം കാര്യസ്ഥന്മാരൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് എന്തിനും പോകുന്ന ഒരു ജന്മിയാണ്. പെട്ടെന്ന് കാര്യസ്ഥന്മാർ പറഞ്ഞു, ആരവർ ആൾക്കൂട്ടം വരുന്നുണ്ടല്ലോ. ഈ ആൾക്കൂട്ടം വരുന്നത് സൂക്ഷിച്ച് നോക്കുമ്പോൾ നായാടികളാണ്. നായാടികൾ കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വീണ്ടും സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇവരെ കൂടി ആക്രോശിച്ചു, വടിയെടുക്കുന്നു. ആരടാ എന്താടാന്നൊക്കെ പറയും. നോക്കുമ്പോൾ എല്ലാവരും പിന്നാക്കം വരുന്നു. നമ്പൂരി ചോദിച്ചു, എന്തായാലും പോകുന്നു. അവർ അടിച്ചു ഓടിക്കുകയെന്ന് പറഞ്ഞു. അയ്യോ തമ്പ്രാനെ, അടിച്ചു ഓടിക്കാൻ പറ്റില്ല, മുൻപിൽ കൊളാടി ഉണ്ണിയാണെന്ന് പറഞ്ഞു. കൊളാടി ഉണ്ണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പൂരിനെക്കാട്ടും വലിയ ജന്മിയാണ്.
അയാൾ അന്ന് LLB പാസ്സായിട്ടാണ് ആ പഠിപ്പ് പകുതിക്കിട്ടിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇവിടെ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അയാൾ നടത്തിയിട്ടുള്ളൊരു യാത്രയാണ് നായാടികളുടെ അവകാശം ലംഘനം എടുത്തു കളഞ്ഞിട്ടുള്ള യാത്ര. അതൊന്നും മറ്റു ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം അതിനേക്കാൾ പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അതായത് M. ഗോവിന്ദൻ വരുന്നുണ്ട്, ഇമ്പിച്ചി വാവ വരുന്നുണ്ട്, പല ആൾക്കാരും ഇത് വരുന്ന ഇതൊരു ചെറിയ ചരിത്രമായിട്ട് പോകുന്നു. അങ്ങനെ സമൂഹത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങൾ ചില വ്യക്തികളുടെ കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തി ആ ഒരു സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാരണം വിസ്മരിക്കപ്പെട്ടു പോകുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെ കള്ളന്മാരുണ്ട്, പോക്കറ്റടിക്കാരുണ്ട്. ഞങ്ങളുടെ അവിടെ ഈ ആദ്യമായിട്ട് ഈ റോയിസ്റ്റുകൾ, അതായത് റാഡിക്കൽ ഹ്യൂമനിസ്റ്റുകൾ ഉണ്ടായത് കേരളത്തിൽ ഉണ്ടായത് ആദ്യം 30കളിൽ ഉണ്ടായി. അത് ഈ വന്നേരി നാട്ടിലാണ്. അത് അത്ഭുതം തോന്നുന്നു. കമ്മ്യൂണിസം തന്നെ ഉണ്ടായിട്ടില്ല. ബിയോണ്ട് കമ്മ്യൂണിസമാണ് റാഡിക്കൽ ഹ്യൂമനിസം എന്നുള്ളൊരു പേരുണ്ട്. അന്ന് കമ്മ്യൂണിസം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് അന്ന് അവിടുത്തെ ഒരു മനയ്ക്കൽ ട്യൂഷൻ എടുക്കാൻ പോയ ഒരാൾ മുഖേനയാണ്. അദ്ദേഹത്തിൻ്റെ പേര് KCS പണിക്കർ എന്നായിരുന്നു. കോലഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്നാണ് അയാളുടെ പേര്. അയാളുടെ മരുമകനായിട്ടുള്ള പെയിൻറ്ററുടെ പേരും കോലഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ തന്നെയാണ്. അത് കാരണം വലിയൊരു ശങ്കരപ്പണിക്കർ വന്നപ്പോൾ ഈ ഹ്യൂമനിസ്റ്റ് ശങ്കരപ്പണിക്കർ വിസ്മൃതനായി. ഇദ്ദേഹം ട്യൂഷൻ എടുത്തിട്ട് 2 നമ്പൂരി കുട്ടികളെയും ആ ഇല്ലത്തുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ കമ്മ്യൂണിസ്റ്റുകളാക്കി എന്നാണ് ആക്ഷേപം. പക്ഷേ അതൊക്കെ നടന്ന പാട്ടബാക്കി ആദ്യമായിട്ട് അഭിനയിച്ച ആ മനയ്ക്കൽ, ആ മനയുടെ പടി ഇപ്പോൾ അറിയാം മുഖംമൂടി മുക്കുന്നതാണ്. അത് നാടകം കൊണ്ടുണ്ടായതല്ല. അവിടെ മുഖംമൂടി വെച്ചിട്ട് ഒരാൾ പിടിച്ചുപറി നടത്തിയിരുന്നു. അപ്പോൾ അത് കാരണം മുഖംമൂടി മുക്കിൻ്റെ പേരിലാണ് ഇന്ന് പാട്ടബാക്കി റോയിസ്റ്റ്, അതായത് റാഡിക്കൽ ഹ്യൂമനിസം ഉണ്ടായിട്ടുള്ളൊരു സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ചരിത്രം ചില സമയത്ത് തകിടം മറിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പക്ഷേ പ്രാദേശിക ചരിത്ര രചനയിൽ കൂടെ മാത്രം ഉത്ഖനനം ചെയ്തെടുക്കേണ്ട ചില സംഗതികളാണ്. അങ്ങനെയുള്ള ഒരു എഴുത്താണ് ഈ കുന്നംകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനെ കുറിച്ചിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് ആധികാരിക ചരിത്രമല്ല. ചരിത്രകാരന്മാരൊക്കെ നമ്മളെ ഇതാരാ ഇയാളിതൊക്കെ എഴുതാമെന്ന് ചോദിക്കരുത്, മെക്കെട്ട് കയറരുത്. ഇത് ഞാൻ സാധാരണഗതിയിൽ എൻ്റെ നാട്ടിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റിലുമുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടും എഴുതുന്ന അല്ലെങ്കിൽ അറിഞ്ഞെഴുതിയ ഒരു സംഗതിയാണ്. അത്തരത്തിലുള്ള പറച്ചിലും എഴുത്തും ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നു എന്നത് സങ്കടകരവുമാണ്. വളരെ വളരെ നന്ദി ശ്രീരാമേട്ടൻ. ആ പുസ്തകം എന്തുമാത്രം വായനാക്ഷമമാണ്, എന്തെല്ലാം മനുഷ്യരാണ് അതിൽ വന്നു പോകുന്നത്. ഉദാഹരണത്തിന് ആ KP പബ്ലിസിറ്റി ബ്യൂറോ, അതായത് ആ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരാൾ പരസ്യം, അന്ന് 52-ലോ 55-ലോ ഒക്കെയാണ് ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്യവാചകം, പാട്ടുകൾ, ഇതൊന്നും ഒരു ചരിത്ര പുസ്തകം നോക്കിയാലും കിട്ടില്ല. പക്ഷേ അത് ശ്രീരാമേട്ടൻ്റെ ബുക്ക് നോക്കിയാൽ കിട്ടും. ഇങ്ങനെ ഈ എഴുതപ്പെട്ട ചരിത്രങ്ങളിലൊന്നും കാണാത്ത മറ്റുള്ള ഡീറ്റെയിൽസ്, സൂക്ഷ്മ വിവരങ്ങളൊക്കെ അതിലുണ്ട്. അതാണ് അതിൻ്റെ വിശേഷം. ഇതുപോലെ ബോണി തോമസ് കൊച്ചിയുടെ ഒരു അലിഖിതമായിട്ടുള്ള ചരിത്രം, വിസ്മരിക്കപ്പെട്ട ചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ ഫേസ് ചെയ്ത, അനുഭവിച്ച കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുന്നത് നന്നാവും, ഇതിന് പോഷകമാവും. നമസ്കാരം. ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ വേദിയുടെ ബാക്ക്ഡ്രോപ്പ് ഉണ്ടാക്കിയ, ഭാവന ചെയ്ത ആളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു കടലിനെ, ജീവനുള്ളൊരു കടലിനെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നെയും ബോസിനെയും പോലുള്ള ആളുകൾക്ക്, ഞങ്ങൾ ബിനാലെ സംഘടിപ്പിക്കുന്ന ആൾക്ക്, ബിനാലയുടെ ഒരു ടീം ഇവിടെയുണ്ട്, ഞങ്ങൾക്കിത് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സല്യൂട്ട് അദ്ദേഹത്തിന് നൽകുന്നു. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട് ഞാൻ ചരിത്രകാരനാണെന്ന്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു ചരിത്രം എഴുതിയിട്ടില്ല. ചരിത്രകാരനാണെന്ന് തോന്നലും എനിക്കില്ല. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇല്ലസ്ട്രേറ്ററാണ്. ഞാൻ ഡൽഹിയിൽ എക്കണോമിക് ടൈംസിൽ ഇല്ലസ്ട്രേഷൻ വരച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശ്രീ NS മാധവൻ്റെ ലണ്ടൻ ബത്തേരിയുടെ ലുത്തീനികൾ എന്ന നോവലിൻ്റെ ഇല്ലസ്ട്രേഷൻസ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. ആ നോവലിൻ്റെ ഉള്ളടക്കം എനിക്കറിയാമായിരുന്നു.
ഇത് എനിക്ക് അന്ന് മലയാളത്തിൽ കിട്ടിയ ആദ്യ അവസരമായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് പത്രത്തിലാണ് ജോലി ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ട്രെയിൻ പിടിച്ച് കൊച്ചിയിൽ വരികയും ഏകദേശം 20ഓളം ദിവസം ഫോർട്ട് കൊച്ചിയിൽ ഒരു മുറിയിൽ താമസിക്കുകയും ചെയ്തു. എന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്ത് ഇങ്ങനെ നടക്കും, ഒരു പുസ്തകവും ഡ്രോയിങ് പുസ്തകവും പെൻസിലുമായിട്ട്. അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ വരച്ചെടുക്കും. സ്ട്രീറ്റുകൾ വരയ്ക്കും, മരങ്ങൾ വരയ്ക്കും, മനുഷ്യരെ വരയ്ക്കും, കെട്ടിടങ്ങൾ വരയ്ക്കും, കെട്ടിടങ്ങളുടെ വാതിൽ ജനലൊക്കെ വരയ്ക്കും. അങ്ങനെ വരച്ച് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയ ഡ്രോയിങ്ങുകളുടെ ഒരു കൂമ്പാരം ഉണ്ടായി. അതെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യം എടുക്കുന്ന കാരിക്കേച്ചറുകൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരിക്കേച്ചർ ഒരു ജൂതൻ്റെയാണ്, അടുത്ത കാരിക്കേച്ചർ കൊങ്കിണി സംസാരിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെയാണ്, മൂന്നാമത്തെ ഒരു തുളു സംസാരിക്കുന്ന ആളുടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും മലയാളികളാണെങ്കിലും, ഞാൻ വരച്ചിരിക്കുന്ന എല്ലാ ആളുകളും മലയാളം സംസാരിക്കുന്നവരാണെങ്കിലും 16-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇത്രയും ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്ന 4.5 സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നു എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്ന് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ ഞാൻ വരച്ചിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 40-ൽ പരം ദൈവങ്ങൾ അവിടെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നുണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ അറിവ് എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ വരച്ച ആളുകളെ തേടിപ്പിടിച്ച് വീണ്ടും കണ്ടു. ആരാധനാലയങ്ങളിൽ പോയി, ആരാധനാലയങ്ങളുടെ പശ്ചാത്തലം എടുത്തു, വരച്ച ആളുകളുടെ പശ്ചാത്തലം എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി 30-ൽ പരം മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ് കൊച്ചിയിലുണ്ട്. എന്തിനാണ് ഇവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ ട്രേഡിന് വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ജോലി അന്വേഷിച്ചോ അവരുടെ മുൻ തലമുറകൾ ഇവിടെ വന്നതാണ്. അവരിപ്പോഴും അവിടെ ഉണ്ട്. ഇങ്ങനെ എന്നെ വിസ്മയിപ്പിച്ച കുറേ കാര്യങ്ങളെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചു. മറ്റൊന്ന്, ഇവരുടെ ജീവിതത്തെ കണ്ടപ്പോഴാണ് എനിക്ക് കുറേ കൂടി കൗതുകം തോന്നിയത്. ഫോർട്ട് കൊച്ചിയിൽ പപ്പടം ഉണ്ടാക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. മട്ടാഞ്ചേരി നടക്കുമ്പോൾ വഴിയരികിൽ ഇവരെല്ലാവരും കൊങ്കിണി സംസാരിക്കുന്ന ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഒരു മലയാളി ഊണ്, ഓണത്തിന് നമ്മൾ കഴിക്കുന്ന ഒരു മലയാളി ഊണ്, അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ് പപ്പടം. അതുണ്ടാക്കുന്നത് ഗോവയിൽ നിന്ന് വന്ന കൊങ്കിണി സംസാരിക്കുന്ന ആളുകളാണ് കൊച്ചിയിൽ. ഞാൻ മറ്റൊരു സമുദായത്തെ കണ്ടു, സമുദായത്തിൻ്റെ വക്താക്കളെ കണ്ടു, പ്രതിനിധികളെ കണ്ടു. അവർ തമിഴ് യാദവരാണ്. അവരുടെ ചരിത്രം എഴുതപ്പെട്ട ചരിത്രമില്ല. അവർ പറയുന്നത് കേട്ടുകേഴ്വിയാണ്, തലമുറകളായി പറഞ്ഞതാണ്. ഇമ്പുപെട്ടി, തമിഴ്നാട്ടിലെ ഇമ്പുപെട്ടി എന്ന സ്ഥലത്ത് നിന്ന് അവിടെ വലിയ ക്ഷാമമുണ്ടായ കാലത്ത് കൊച്ചിയിലേക്ക് വരികയും ഇവിടെ താമസമുറപ്പിക്കുകയും ചെയ്ത ആളുകളാണ് അവർ. അവർ ചെയ്യുന്ന ജോലി, അവർ ആയന്മാരാണ്, എന്നുവെച്ചാൽ ആട് വളർത്തുന്ന ആളുകളാണ്. പക്ഷെ ആടിനെ കഴിക്കില്ല, വെട്ടുകയും ചെയ്യില്ല. ആടിനെ വളർത്തി വലുതാക്കും. ഒരു മുസ്ലിം പെരുന്നാൾ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം ലഭിക്കുന്നത് ആ സമയത്താണ്. ഓക്കെ, ഇപ്പോൾ യാദവരെന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലമാണ്. അവർ വളർത്തുന്ന ആട് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും ഒരു നല്ല മുസ്ലിം പെരുന്നാളിനാണ്. ജനങ്ങൾക്കിടയിൽ നമ്മൾ കാണാത്ത ഒരു അദൃശ്യമായി കിടക്കുന്ന ഒരു ബന്ധം ഞാൻ കാണുകയുണ്ടായി. ഇങ്ങനെ അനവധി കാര്യങ്ങൾ, എന്നെ കൗതുകപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനവിടെ കാണുകയുണ്ടായി. മറ്റൊന്ന് ഞാൻ കണ്ടത്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബ്രാഹ്മണർ, അവരൊരു സമുദായമായിട്ട് അവിടെ ഒരു മഠത്തിൻ്റെ കീഴിൽ ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. അവരുടെ പൂർവികർ നടത്തിയിരുന്നത് മണി ലെൻഡിങ് ആണ്, പലിശയ്ക്ക് പണം കൊടുക്കുക. ആ സമുദായത്തിലെ ആളുകൾ 4-5 പേര് ചേർന്നിട്ട് പലിശയ്ക്ക് കൊടുക്കുക. അത് പലിശയ്ക്ക് കൊടുക്കുന്നത് അത് ബ്രാഹ്മണർക്ക് തന്നെ ആയിരിക്കില്ല, ഏതെങ്കിലും കച്ചവടക്കാരനായിരിക്കും. മിക്കവാറും മീൻ കച്ചവടക്കാരായിരിക്കും, അവർ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളായിരിക്കും, അല്ലെങ്കിൽ ഇറച്ചി
വിൽക്കുന്ന ആളുകളായിരിക്കും, അവരും മറ്റൊരു ജാതിയുടെ മതത്തിൽപ്പെട്ട ആളുകളായിരിക്കും. ഇവരാവട്ടെ, ഈ മണി ലെൻഡ് ചെയ്യുന്ന ആളുകളാകട്ടെ, ഇവർ പക്കാ സസ്യാഹാരികളാണ്. അപ്പോൾ ഈ ട്രേഡ് മനുഷ്യർക്കിടയിലുണ്ടാക്കുന്ന അതിമനോഹരമായ ഒരു ബന്ധമുണ്ട്. ഇതെല്ലാം കുറിച്ച് വെച്ചിട്ട് പിന്നീട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിത് എന്നോട് പറയുന്ന, ഞാൻ മിക്കവാറും ഭാര്യ എടുത്ത് ഇതെല്ലാം പറയാമായിരുന്നു. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കിതെല്ലാം എഴുതിക്കൂടെ എന്ന് പറയുമ്പോൾ ഞാനത് എഴുതുകയും മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പുസ്തകമാകുകയും ചെയ്തപ്പോൾ ആളുകൾ എന്നെ ചരിത്രകാരെന്ന് വിളിച്ചു തുടങ്ങി. അല്ലാതെ ഞാൻ ചരിത്രമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഒരു ജേർണലിസ്റ്റിൻ്റെ കണ്ണോടുകൂടി കൗതുകപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ എഴുതുകയും വരയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. അത് ഇപ്പോൾ പല യൂണിവേഴ്സിറ്റിയുള്ള ആളുകൾ എന്നെ കാണാൻ വരാറുണ്ട്. അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായി അത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ചരിത്രമെഴുത്ത് സംഭവിച്ചത്. താങ്ക് യു. വളരെ വളരെ ഗംഭീരമായ അന്വേഷണം. വെറുതെ ഒരു ചിത്രകാരനായി അവിടെ എത്തിച്ചേർന്ന് ചരിത്രകാരനായി മാറിയ ബോണിക്ക് വലിയ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. അത് കൊച്ചിയുടെ ചരിത്രത്തിനെ നമ്മൾക്ക് ഒന്നുകൂടി വിശദമായിട്ടും ക്ലാരിറ്റിയോടുകൂടിയും കാണാൻ ആ പുസ്തകം സഹായിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം എന്തുമാത്രം സമൂഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊടും ബാവുമായിട്ട് ഇഴ ചേർന്നും ആണ് ആ കാർപ്പറ്റ് ഉണ്ടായിട്ടുള്ളത്. ആ ജനകമ്പളം അത്ര മനോഹരമായിട്ടുണ്ട്. ഇനി വിനിൽ ഇതിനെപ്പറ്റി, ഈ രചനാ രീതിയെ, വിനിലും ഈ വിസ്മൃതരായ ആളുകളെ പറ്റി വളരെയധികം എഴുതിയിട്ടുള്ള ആളാണ്, പഠിച്ചിട്ടുള്ള ആളാണ്. വിനിൽ ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യാമോ, കുറച്ച് സംസാരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രാദേശിക ചരിത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ചരിത്ര ക്ലാസ് റൂമുകളിൽ കേട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ഇത് പ്രധാനമായിട്ടൊരു അമേരിക്കയുടെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് പ്രാദേശിക ചരിത്രരചന എന്നൊരു പദ്ധതി രൂപപ്പെട്ടു വരുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയിൽ തുടങ്ങിയെന്നുള്ളതല്ല, അക്കാദമികമായി നമ്മൾ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു പ്രദേശത്ത് നിന്നാണ് ആരംഭിച്ചായിട്ട് പറഞ്ഞത്. എന്തായാലും കേരളത്തിൽ ഈ ഒരു ചരിത്രത്തെ സംബന്ധിച്ച്, ഒരു പ്രാദേശിക ചരിത്രം നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സർക്കാരിന് തന്നെ വലിയൊരു പ്രോജക്റ്റായിരുന്നു. 96 ആ സമയത്ത് എല്ലാ പഞ്ചായത്തുകളും നിർബന്ധമായി അവരുടെ ഒരു ചരിത്രം എഴുതണമെന്നൊരു കർശന നിയമം വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സംബന്ധിച്ചുണ്ടായ ഒരു ഗുണം, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തുമാത്രം ഉൾപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും ഉണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യം. എങ്കിലും കേരളം, അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് ഏതൊരു പഞ്ചായത്തിൻ്റെയും ചരിത്രം നമുക്കത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. എല്ലാ പഞ്ചായത്തുകളുടെയും ചരിത്രം നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു ചരിത്രരചന കുറേ പ്രശ്നങ്ങൾ നേരിടുന്നത്. എപ്പോഴും ചരിത്രരചന എങ്ങനെയാണ് നോക്കി കാണുന്നത്, അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് എപ്പോഴും ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്മാരാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാരാണ്, അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ് ഒരു പ്രധാനമായ ഒരു വിമർശനപരമായി നമ്മൾ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാന ചോദ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രാദേശിക ചരിത്രം എന്ന നിലയിൽ കേരളത്തിൽ എഴുതപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് തലത്തിൽ സൃഷ്ടിക്കപ്പെട്ട രചനകൾ എപ്പോഴും ജാതിയധിഷ്ഠിതമായി, അല്ലെങ്കിൽ ജാതി ശ്രേണി ശക്തമായി നിലനിൽക്കുന്ന കേരള സമൂഹത്തിനുള്ളിൽ എപ്പോഴും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതിനിധാനങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ആ പ്രദേശത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന നൽകിയ ഏതെങ്കിലും ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്തസാക്ഷി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ അമ്പലത്തിൻ്റെ ഒരു ചരിത്രം പറയാം, തുടങ്ങിയ ഒരു ആലോചനകളായിരുന്നു പലപ്പോഴും പ്രാദേശിക ചരിത്രം എന്ന നിലയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നാൽ അക്കാദമികമായിട്ട് ഇതിനെ പരിപൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. കാര്യം, ഒരിക്കലും പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് ഒരു ജനങ്ങളുടെ ഒരു ജീവിതരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതൊരിക്കലും ഏറ്റവും സാമൂഹ്യ പദവി ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറയുക എന്നുള്ളൊരു ലക്ഷ്യമല്ല പ്രാദേശിക ചരിത്രം ലക്ഷ്യമിടുന്നത്. അത് ഏറ്റവും താഴെ തട്ടില്ല, ആ പ്രദേശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ അത് എന്തുതരം സാമൂഹ്യ സാഹചര്യങ്ങളിലാണ് അത് ആ പ്രദേശം ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യങ്ങൾ ചരിത്രത്തിൽ പ്രധാനമായിട്ട് ചോദിക്കാനാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി ഞാനും, അല്ലെങ്കിൽ മറ്റു പല ആളുകളുമൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ അത്തരം ഒരു ചോദ്യം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സ്ലേവറിയുടെയും ജാതി പീഡനത്തിൻ്റെയും ഒളിച്ചോട്ടത്തിൻ്റെയും കാടുകൾ വെട്ടിത്തെളിച്ച് പുതിയ ഭൂമികൾ നിർമ്മിക്കുന്നതിൻ്റെയും, അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങൾ, മുതലകളും പെരുമ്പാമ്പും അങ്ങനെ മറ്റു പല ജലജീവികളുമുള്ള പ്രദേശങ്ങളെ ഒരു മനുഷ്യവാസയോഗ്യമാക്കി തീർക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റിയത് ആരാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാർഷിക മേഖലകൾ, അല്ലെങ്കിൽ തോട്ടം മേഖലകൾ എന്ന് തുടങ്ങി ഇന്ന് നമ്മൾ കാണുന്നതും, അല്ലെങ്കിൽ ഒരു 19-ാം നൂറ്റാണ്ട് മുതൽ വളരെ കൃത്യമായി മനുഷ്യന് ജീവിക്കാനും തൊഴിലെടുക്കാനും സാധ്യമായ രീതിയിൽ നിർമ്മിച്ചത് ആര്, അതിന്
ബലിയൊടുക്കപ്പെട്ട മനുഷ്യന്മാർ ആരാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഈ സമയങ്ങളിൽ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സ്വാഭാവികമായിട്ടും ഏറ്റവും താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ജാതി ശ്രേണിയിൽ ഏറ്റവും മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ ഒരു ഹിസ്റ്ററിയിലേക്കാണ് നമ്മളത് എത്തിച്ചേരുന്നത്. എന്ന് വെച്ചാൽ ബാക്കി ആളുകൾ അവിടെ ഇല്ലായിരുന്നു എന്ന അർത്ഥമല്ല, ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രാദേശിക ചരിത്രരചനയുടെ ഒരു അടിത്തറ എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന പലപ്പോഴും ഇത്തരം ഒരു ഹിസ്റ്ററിയുടെ പശ്ചാത്തലമാണ്. അപ്പോൾ ഇത് കണ്ടെത്തിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെ പ്രധാന ഒരു ദൗത്യമാണ്. കേരളത്തിൻ്റെ ഏതൊരു പ്രദേശത്തിനും അത് കാടുകളുള്ളതും അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളുള്ളതുമായിട്ടുള്ള കൂടുതൽ പ്രദേശങ്ങൾ തന്നെയായിരുന്നു കേരളം. അത് പല ആളുകളും നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിലൊക്കെ പോലും നമുക്ക് റോഡുകൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചതുപ്പ് നിലങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു. അപ്പോൾ ആ നിലങ്ങളെ മാറ്റി തീർത്തതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് പലപ്പോഴും പല താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ കുറേ ജീവിതങ്ങളെ നമ്മൾ കാണുന്നു. ഇതൊന്നും കാര്യമായ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പം ഇതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ വാമൊഴി എന്ന് പറയുന്ന ഒരു സ്രോതസ്സ് തന്നെയാണ്. വാമൊഴി പാട്ടുകൾ ഉപയോഗിക്കുന്നു, കഥകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫലിതങ്ങൾ ഉപയോഗിക്കുന്നു. എന്ന് തുടങ്ങി എഴുതപ്പെടാത്ത ഏതൊരു രേഖയും ഓർമ്മയും നമ്മൾ ഇതിൻ്റെ ഒരു ഉപാദാനം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ പരിഗണിക്കുന്നത്. എന്നാൽ അക്കാദമികമായി നമ്മൾ ഇതിനെ ഒരു പിടിവാശി എപ്പോഴും തന്നെയുണ്ട്. ഹിസ്റ്ററി എന്നല്ല, ഏതൊരു വിഷയത്തിനും അതിൻ്റേതായ ചില പിടിവാശികളും ചട്ടക്കൂടുകളും അവർ നിർമ്മിക്കാറുണ്ട്. അത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറെ ചോദ്യം. എങ്കിലും ആ ഒരു പിടിവാശിയുടെ പിൻബലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു പ്രാദേശിക ചരിത്രരചനയും വാമൊഴികളെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഴുതപ്പെട്ട രേഖയുമായി നമുക്ക് കണക്ഷൻ ഉണ്ടാക്കുന്നിടത്താണ് അതിനൊരു അക്കാദമികമായ ചരിത്രത്തിൽ അതിന് നമ്മൾക്ക് ഒരു അംഗീകാരം എന്ന നില, അല്ലെങ്കിൽ അതിനൊരു ഓക്കെ എന്ന നിലയിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. ഈ ഒരു സാമൂഹ്യ അനുഭവം ഒരു പക്ഷേ ആഫ്രിക്കയുടെ കോണ്ടക്സ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ സാഹചര്യത്തിലായിരിക്കാം. ഏതായാലും നമുക്ക് വാമൊഴികളെ മാത്രമേ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ചരിത്രത്തെ അത്രത്തോളം ചരിത്രം എന്ന വിഷയം അങ്ങ് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ മനസ്സിലാക്കൽ. അതിനെ ഞാനും പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. കാര്യം എഴുതപ്പെടാത്ത നിരവധി ചരിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പൊയ്കേലപ്പച്ചൻ്റെ തന്നെ വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്കറിയാം. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക ചരിത്രം മറ്റുള്ള വംശത്തെക്കുറിച്ച് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. എന്ന് വെച്ച് എഴുതപ്പെട്ട ചരിത്രങ്ങളില്ലാത്ത ജനതയും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രാദേശിക ചരിത്രം എന്ന നിലയിലുള്ള ഒരു ആലോചന എപ്പോഴും ജനജീവിതത്തെയാണ് നമ്മൾ വരച്ച് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ജനജീവിതം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കൂടുതലായി അവരെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഭൂമിയും അധികാരവും സ്വത്തും സമ്പത്തുകളും ഉള്ള ആളുകളെ വീണ്ടും ഇപ്പോൾ സമീപ സമയങ്ങളിൽ നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും ഉള്ള പുതിയ ചില ചരിത്രരചനാ രീതികൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സോഴ്സുകളുള്ള ആളുകളെ വീണ്ടും ഇപ്പോൾ രാജാക്കന്മാരുടെയും റാണിമാരുടെയും ഒക്കെ ചരിത്രം വീണ്ടും പുതിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ച് അത് ചരിത്രമെന്ന നിലയിൽ പരിഗണിച്ചിട്ടില്ല, അത് വേറെ കാര്യം. എങ്കിലും നിരവധി തെളിവുകളുള്ള മനുഷ്യന്മാരെയും കൊട്ടാരങ്ങളെയും വീണ്ടും ഗ്ലോറിഫൈ ചെയ്യുന്ന, അതിനുള്ളിൽ ചില വിമർശനങ്ങളുണ്ടെങ്കിലും അതിന് ഗ്ലോറിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ചരിത്രങ്ങളാണ് പലപ്പോഴും വീണ്ടും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് പ്രാദേശിക ചരിത്രരചന, പ്രത്യേകിച്ച് ദളിത് സ്റ്റഡീസ് പോലുള്ള അക്കാദമികമായ ചില സാമൂഹ്യശാസ്ത്ര നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുന്നത്. മനുഷ്യൻ്റെ ഒരു അന്തസ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ മുൻനിർത്തിയാണ്, ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ മനുഷ്യ അന്തസ്സിനെ വീണ്ടെടുക്കുന്ന ഈ ഒരു പ്രാദേശിക ചരിത്രരചനയിലൂടെയാണ്. അപ്പോൾ ആളുകൾ ഒളിച്ചോടിപ്പോയതായിരിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേറൊരു വാമൊഴിയിൽ അതൊരു ഭയം നോടിയ മനുഷ്യന്മാരായിരിക്കാം. പക്ഷേ സാമൂഹ്യ അന്തസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യാന്തസ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പരിഗണിക്കുമ്പോഴത്തേനും അവർ അവിടെ ഒളിച്ചോടുകയല്ലായിരുന്നു, അവരൊരു സ്വാതന്ത്ര്യം തേടിയുള്ള പോക്ക് എന്ന നിലയിൽ നമുക്കതിനെ വായിക്കാവുന്നതാണ്. ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മുൻനിർത്തിക്കൊണ്ട് അവരെങ്ങനെയാണ് മനുഷ്യൻ എന്ന നിലയിൽ ഉയർന്നു വന്നത്, മനുഷ്യാന്തസ് എങ്ങനെയാണ് അവർ ആർജിച്ചെടുത്തത് എന്നൊരു സങ്കല്പത്തിനെ വീണ്ടെടുക്കുക, നമ്മുടെ പ്രാദേശിക മേഖലകളിൽ നിന്ന് പല സോഴ്സുകൾ ഉപയോഗിച്ച് വീണ്ടെടുക്കുക എന്നൊരു പ്രോസസ്സാണ് ഈ ഒരു പ്രാദേശിക ചരിത്രം ചെയ്യുന്നതെന്നാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഒരു മനസ്സിലാക്കുന്നത്. വളരെ നന്ദി വിനി. മനുഷ്യ അന്തസ്സിനെ വീണ്ടെടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രാദേശിക ചരിത്ര രചന എന്നാണ് വിനിൽ വളരെ കൃത്യമായിട്ടും മനോഹരമായിട്ടും പറഞ്ഞത്. ഇനി അതിൻ്റെ വേറൊരു വശമാണ് VM ഗിരിജ പറയുന്നത്. അതായത് ഷൊർണൂർ, ഈ കൊച്ചി ഒരു മഹാനഗരാണ്, അതിൻ്റെ ഇങ്ങേ അറ്റത്താണ് ഷൊർണൂർ. അത് റെയിൽവേ കൊണ്ട് മാത്രം വികസിച്ച ഒരു പട്ടണം. അവിടെ ഇതൊന്നുമില്ല, വേറെ ഒന്നുമില്ല. റെയിൽവേക്കാർ വരുന്നു, അവിടെ ഒരു ചെറിയ നഗരം വരുന്നു, അവിടെ സ്കൂളുകൾ വരുന്നു, അങ്ങനെ പല. ഇപ്പോൾ വീട്ടിയുടെ ജീവിതകഥയിലൊക്കെ ഷൊർണൂർ വളരെ പ്രധാനമായൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷൊർണൂരിൻ്റെ ചരിത്രം എഴുതുകയാണ് VM ഗിരിജ ചെയ്ത്. ഷൊർണൂരിന് വളരെ അടുത്താണ് ഗിരിജയുടെ വീടും.
അപ്പോൾ അതുകൊണ്ട് ഷൊർണൂരിൻ്റെ ചരിത്രം എന്നുള്ള പുസ്തകം ഇവിടുന്ന് പ്രകാശിപ്പിക്കും. അത് ആമുഖമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമായിട്ടോ ഈ ചരിത്ര രചനയെപ്പറ്റി ഈ ഗിരിജ സംസാരിക്കും. ഹലോ. ഈ ഞാനൊരു കവി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ സാഹിത്യ ലേഖനങ്ങൾ എഴുതുന്ന നിലയ്ക്കൊക്കെ എഴുത്തെനിക്ക് എൻ്റെ ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഈ ചിറമണ്ണൂർ ടു ഷൊർണൂർ, ചിറമണ്ണൂർന്ന് മലയാളത്തിലും ഷൊർണൂർന്ന് ഇംഗ്ലീഷിലും എഴുതിയ ഒരു പുസ്തകം ഞാനതിങ്ങനെ കുറച്ച് 2-3 വർഷങ്ങളെടുത്ത് എഴുതിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ശ്രീരാമേട്ടൻ പറഞ്ഞതിൻ്റെ നേരെ എതിരായിരുന്നു ഞാൻ. എനിക്ക് നാട്ടുകാരായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. സ്കൂളിൽ പോവുക വരിക. പട്ടാമ്പി കോളേജിലാണ് ഞാൻ 7 കൊല്ലം MA വരെ പഠിക്കുക. പട്ടാമ്പി കോളേജിൽ പോവുക വരിക. ഇതല്ലാതെ ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ചായപ്പീടിയെ പോവുക, കള്ള് ഷാപ്പിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീടിയയിൽ പോവുക, അപ്പോഴൊക്കെയാണല്ലോ നമുക്ക് ആൾക്കാരുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാവുന്നത്. അതില്ലാത്ത ഒരു വല്ലാത്തൊരു വിഷമം എനിക്ക് ഇത് രചിക്കുമ്പോൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പല സ്ഥലങ്ങളും ഇത് രചിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തരെയും കൂട്ടിയൊക്കെ കണ്ട്. ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസൊക്കെ വളരെ പ്രശസ്തമാണ്. ലോഹിതദാസിൻ്റെ മുറി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ ഇത് രചനയ്ക്ക് വേണ്ടിയിട്ട് പോയി കാണുകയാണ്. ആൾക്കാരുമായിട്ട് ബന്ധമില്ലാത്തതിൻ്റെ ഒരു വല്ലാത്ത വിഷമങ്ങൾ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും എനിക്കിത് എഴുതാൻ ഉള്ളൊരു, എങ്ങനെയാണ് ഈ ദേശമായിട്ട് കണക്ട് ചെയ്യണമെന്ന് ഞാൻ മരമായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ കഥകളും ശ്രീരാമേട്ടൻ പറഞ്ഞ ആൾക്കാരിങ്ങനെ വയസ്സായവരോ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന പാട്ടുകളും, കുറേ പാട്ടുകളിൽ പല ദേശങ്ങളെ പറ്റിയുണ്ട്. വന്നേരി നാട്ടിൽ ഡക്കും പുറത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. വന്നേരി നാടിനെ പറ്റി കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അത് അപ്പോൾ വന്നേരി നാട് എന്താണെന്ന് നമ്മൾ ആലോചിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഗവേഷണത്തിൻ്റെ ഇടയ്ക്ക് ശരിയാണെന്ന് തോന്നിയൊരു വെള്ളപ്പൻ നാട്, അതില്ലാത്ത നാടാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ രാജേന്ദുവിൻ്റെയൊക്കെ പഠനത്തിൽ അതിനെപ്പറ്റി റെഫറൻസ് ഉണ്ട്. വെള്ളപ്പൻ നാട്ടിൽ വേളുത്തേടത്തിലെത്തു വെള്ളാട്ടി പെറ്റൊരു വേഷപ്പെണ്ണ്, കണ്ടാലും നന്നവൾ കേട്ടാലും നന്നവൾ ഉണ്ടായ പിന്നെ കുളിച്ചിട്ടില്ല. വെള്ളപ്പൻ നാട്. അതിൽ വേറെ കുറേ നാടുകളുണ്ട്. കൊച്ചി തടമാടി കൊയിലാണ്ടി വേരുന്നി പട്ടാമ്പി മുറ്റത്തു മുളച്ചു ചീര. ഒരു ചീരയുടെ പാട്ടാണ്, നല്ല രസമുള്ള ചീരപ്പാട്ടാണ്. എല്ലാം വെക്കണതും വിളമ്പണതൊക്കെ അമ്മായി. അവസാനം ആരാരു വെക്കണം ജഞ്ചീര, അമ്മായി വെക്കണം ജഞ്ചീര കേട്ടിട്ടുണ്ടാവും. എങ്ങനെ വെക്കണം അതൊക്കെ പറഞ്ഞു കൊടുത്ത അവസാനം വിളമ്പണ വരെ അമ്മായിയാണ്, കഴിക്കണം വന്നപ്പോഴേക്കും അമ്മാവനാണ്. അങ്ങനെ ഒരു പാട്ട്. അപ്പോൾ അതിൽ കൊല്ലം, കൊയിലാണ്ടി, പട്ടാമ്പിയൊക്കെ ഉണ്ട്. അതേപോലെ ഈ ചെറുകുന്നിൽ അമ്മയുടെ കാര്യങ്ങൾ ഈ നമ്പൂതിരി സ്ത്രീകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ തന്നെ അവർ നിൽക്കുമ്പോൾ ചെറുകുന്നിലമ്മേ ഒരു കുന്ന് ചോറ്, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഒരു വലിയ കാര്യം. തിരുവാർപ്പിലപ്പ ഒരു വാർപ്പ് പായസം എന്ന് പറയും. അതിലുണ്ട് ഈ ചെറുകുന്നിലമ്മ ഏറിയ ഭക്തിയ എന്താ ഭക്തസമൂഹേ കോരിക കൊണ്ട് വിളമ്പവളയ ജയ. അപ്പോൾ ഒരു സാരിയൊക്കെ എടുത്ത് സ്വർണ്ണക്കോരികയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറുകുന്നിൽ അമ്മ വിളമ്പി കൊടുക്കുന്നതാണ് മുത്തശ്ശിമാരൊക്കെ കഥ പറയുമ്പോൾ പറയുക. അങ്ങനത്തുള്ള കഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള ഓരോ പാട്ടുകൾ ഇപ്പം എനിക്കുണ്ട്. പിന്നെ ഓണക്കാലത്തുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. തൃക്കാക്കര തെക്കേക്കര കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ചു. തൃക്കാക്കരയിലത്തെ കണക്ഷൻ അതിൽ തന്നെ ഉണ്ട്. ചമ്രവട്ടത്തമ്മനെ പറ്റിയിട്ടുണ്ട്. കറ്റ കയറിട്ടു കയറാൽ 5 മടക്കിട്ടു നെറ്റിപ്പട്ടം പൊട്ടിട്ടു നേരെ വാലുക്കു നെയ്യച്ചു. ഇതൊക്കെ ശരിയാണോ എന്നറിയില്ല കേട്ടോ, കുട്ടിക്കാലത്തെ പാട്ടുകളാണ്. ചെന്നു കുലുങ്ങി ചമ്രവട്ടത്തേവരെ, ചിലർ ചമ്രവട്ടത്തപ്പരെ എന്ന് പറയും. അപ്പം അങ്ങനെ കുറേ ദേശങ്ങളെ പറ്റിയുള്ള സങ്കല്പങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേപോലെ കഥകൾ ധാരാളം, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കേട്ടിരുന്നു. കഥകളിക്കാരെ പറ്റിയുള്ള കഥകൾ ധാരാളമായിട്ട് കേട്ടിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, കണ്ണോർമ്മ കാതോർമ്മ. എൻ്റെ 2ാം പതിപ്പ് ഇന്നലെ ഇപ്പം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ പഴയ കഥകളാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കഥകളൊക്കെ ഉണ്ട്. നമ്മളുടെ ചന്തുമേനോൻ, ഇന്ദുലേഖ എഴുതിയ ചന്തുമേനോൻ ഒറ്റപ്പാലത്ത് സബ് ജഡ്ജിയായിരുന്ന കാലത്ത് അദ്ദേഹം മഞ്ചലിലെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വരികയാണ്.
അപ്പോൾ അദ്ദേഹത്തിന് രാത്രിയാണ് മഞ്ചലിൽ വരുമ്പോൾ കീചകവധത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പദം ഉണ്ടല്ലോ, ദണ്ഡകം. ക്ഷോണീന്ദ്രപത്നിയുടെ വാണീം നിശമ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. അതിങ്ങനെ കേൾക്കാം. വെങ്കടേഷ്ണ ഭാഗവതർ മൂത്തോന എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഒരു നമ്പൂതിരി അവിടെ ഉണ്ടായിരുന്നു, കഥകളിയിലെ പഴയ ആചാര്യന്മാരെ പറ്റിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ട പോലെയാണ് അങ്ങനെ ചന്തുമേനോൻ വരണതും. മഞ്ചൽ നിർത്തി അദ്ദേഹം ആ കീചകത്തിലെ ദണ്ഡകമൊക്കെ കേട്ടിട്ടാണ് അത്ര പോയുള്ളൂ. പിന്നെ അദ്ദേഹം വിളിച്ചിട്ട് ഓണപ്പട എന്ന് അന്ന് പറയാം, ഓണപ്പുടവ എന്നുള്ളതിന്. ഓണപ്പട കൊടുത്തു ഇത്രേ, അങ്ങനെയാ പറയാം. അദ്ദേഹത്തിന് ഓണപ്പട കൊടുത്തു ഇത്രേ അങ്ങനെ പറയും. അതേപോലെ എനിക്ക് ഏറ്റവും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എനിക്കൊരു കഥ, അതിൽ അത് ഐതിഹ്യമാലയിലൊക്കെ ഉണ്ടാവാം. കപ്ലിങ്ങാട്ട് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള കഥകളിയിലെ കപ്ലിങ്ങാട്ട് വഴി തന്നെയുള്ള എല്ലാ കലയിലും, പാട്ടിലും വേഷത്തിലും കൊട്ടിലും ഒക്കെ വിദഗ്ധനായൊരു അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്. അദ്ദേഹം അന്ന് ചെണ്ട മേളത്തിലായിരുന്നു പ്രധാനം. അപ്പോൾ പൂവള്ളി മനയിൽ ഒരു കഥകളിക്ക് പോയിട്ട് വൈകുന്നേരം സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും നമ്മൾ നടത്തുന്ന ഒരു വന്ദനമാണ്. പൂവൊക്കെ ഇങ്ങനെ രാവിലെ ഉദയസൂര്യനെ നോക്കി കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാട്ടുമാണ്. അപ്പോൾ ഇദ്ദേഹം വൈകുന്നേരം കിഴക്കോട്ട് നോക്കിയിട്ടാണ് സന്ധ്യാവന്ദനം നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ നമ്പൂരി ചോദിച്ചു, ഇത്ര എന്താ ഇത് വൈകുന്നേരമല്ലേ, പടിഞ്ഞാട്ടല്ലേ? അല്ല, എൻ്റെ രാവിലത്തെ സന്ധ്യാവന്ദനം കഴിഞ്ഞില്ല, അതെന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ ചെണ്ടയുടെ ഇടന്തലയുടെ വട്ടം പൊളിഞ്ഞു കിടക്കുകയാണ്, അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അതിന് നമ്മൾ തോലാണല്ലോ, കാളയുടെ പശുവിൻ്റെയൊക്കെ തോലാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശരിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയക്കുടിയിൽ വരെ പോയി, കയറിപ്പോയി, എന്താ പറയുക, കുന്നിലേക്ക്. അപ്പോൾ അവിടെ ആരുമില്ല. ഞാൻ വീട്ടിലൊക്കെ കയറി നോക്കി, അപ്പോഴും ആരുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ മരിക്കാറായൊരു പശു നിൽക്കണു. ആ പശുവിൻ്റെ തോല് പൊളിച്ച് എടുത്ത് അദ്ദേഹം പറയണത് അത് ചേറ് കളഞ്ഞങ്ങനെ ഒരു വലിയ പ്രോസസ്സുണ്ട്. എന്നിട്ട് ചെണ്ടയ്ക്ക് മാടി എന്നിട്ടാണ് ഞാൻ വരുന്നത്. അത് വേറൊരു കഥ മാത്രമാണ്. അപ്പോൾ ഒരു പശുവിൻ്റെ തോല് പൊളിച്ച് എടുത്ത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെണ്ട മാടാറാവില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കഥ അദ്ദേഹം തന്നെ പോയിട്ട് പശുവിനെ കൊന്ന് തോലെടുത്ത് ചെണ്ടയ്ക്ക് മാടാമെന്നുള്ളൊരു കഥയുണ്ടല്ലോ, അത് എനിക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു ചില കഥകളൊക്കെ വിനീഷ് പറഞ്ഞ പോലെ, നമ്മുടെ വിനിൽ പോൾ പറഞ്ഞ പോലെ, ഈ ജാതി ശ്രേണികളുടെ പ്രാധാന്യത്തെ, ജാതി ശ്രേണികൾക്ക് ഉള്ള ഒരു സംഭാവനകളെ പറ്റി പറയുന്നതുണ്ട്. ഇതൊക്കെ അതിൽ പെട്ടതാണ്. എനിക്ക് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയായിട്ട് ഇത് തോന്നാറുണ്ട്. ഇതെല്ലാം കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളാണ്. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ വല്യച്ഛൻ അവർ വന്ന് അപ്പുറത്തുള്ളവരൊക്കെ വന്നിരിക്കുന്ന, പിന്നെ മുത്തശ്ശിമാർ പറയുന്ന കഥകളൊക്കെയാണ്. അതൊക്കെയാണ് എനിക്ക് ചരിത്രമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതിലും ചില സീഡ്സൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ചില വിത്തുകൾ അതിലൊക്കെ ഉണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് രസമുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഷൊർണൂർ കവളപ്പാറ എന്ന് പറഞ്ഞൊരു ദേശവഴിയിൽ പെട്ടതാണ്. കവളപ്പാറ നായർ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്, ആ ലോഡിന്. അത് മാട് മുതൽ മേട് മുതൽ പാലം, അതങ്ങനെ എന്തോണ് പറയുന്നത്, കണ്ണിയമ്പുറം പാലം മുതൽ അവിടെ മാട് എന്ന് പറഞ്ഞ ഓങ്ങല്ലൂർ ഭാഗത്തുള്ള അതുവരെയാണ് ആ സ്ഥലം. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട കുറേ ഇതുണ്ട്. അതൊക്കെ ചില കാര്യങ്ങൾ ഗവേഷണം ചെയ്യാൻ പറ്റിയാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മുസ്ലിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു ഏരിയ ആയിരുന്നു ഈ കവളപ്പാറ നായരുടെ സ്ഥലം. മുസ്ലിങ്ങൾ അന്ത്യം ഉറങ്ങാൻ പാടില്ല, കച്ചവടമൊക്കെ ചെയ്യാം. അപ്പോൾ അതിലൊക്കെ ഒരു കഥയുണ്ട്. ഈ വാണിയംകുളം ചന്ത ലീസിന് കൊടുക്കുകയായിരുന്നു, പഴയ കാലം തൊട്ടേ വാണിയംകുളം ചന്ത. അപ്പോൾ പട്ടാന്മാർ വന്നിട്ട് ഒരു പട്ടാൻ്റെ കൂടെ ഈ ഫാമിലിയിലൊരു നേത്തിയാർ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞുള്ള കഥ അതിൻ്റെ ദേഷ്യത്തിലാണെന്നാണ്. പക്ഷേ അതൊന്നല്ല, അത് ശരിക്കും വ്യാപാരപരവും രാഷ്ട്രീയപരവുമായ കാര്യമാണ് എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിലാണ് കഥകളുടെയും പാട്ടുകളുടെയും കേട്ടുകേൾവികളുടെയും ചരിത്ര ഗവേഷണത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് എൻ്റേതെന്നാണ് ഞാൻ പറഞ്ഞത്. നന്ദി. വളരെ നന്ദി. ഇനി 5 മിനിറ്റ് ഇൻട്രാക്ഷന് കൊടുക്കാം. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ സമയത്ത് കഴിയുന്നത്ര ചെറിയ ചോദ്യങ്ങളായാൽ വളരെ നല്ലത്. എൻ്റെ പേര് ഷുഹൈബ്, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. എൻ്റെ സംശയം വെൽപോൾ സാറിനോടാണ്.
ഇപ്പോൾ ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നുണ്ട് പലരും, പക്ഷേ അതിൽ കുറച്ച് തെറ്റുകൾ ആയിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്, അതൊരു മിത്തിക്കൽ ബേസ്ഡ് ആവുന്നുണ്ട് എന്നല്ലോ. എങ്ങനെയാണ് ഒരു ലോക്കൽ ഹിസ്റ്ററിനെ നമുക്ക് സബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവാക്കി മാറ്റാൻ പറ്റുക? ഞാനൊരു ലോക്കൽ ഹിസ്റ്ററി എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചരിത്രരചനയിൽ അല്ലെങ്കിൽ ചരിത്രം എഴുതുന്ന ആളുകളുടെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സത്യവും അസത്യവും കണ്ടെത്തുക അല്ലെങ്കിൽ പോലീസുകാർ കേസ് അന്വേഷിക്കുന്ന ഒരു രീതിയല്ല. നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചരിത്രം എന്ന ആ ഒരു വിജ്ഞാനശാഖ നോക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങളായിരിക്കാം, നമുക്ക് വളരെ കൃത്യമായി അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു നുണയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ അവർ നുണ പറയുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നത്? ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് നങ്ങേലിയുടെ മിത്ത് നമുക്കെടുക്കാം. അതൊരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമല്ല, അതിന് എഴുതപ്പെട്ട ഒരു തെളിവുമില്ല. പക്ഷേ അത് മലയാളികളുടെ എല്ലാം മനസ്സിനുള്ളിൽ ആ ഒരു സാമൂഹ്യ അനുഭവത്തെക്കുറിച്ച് ഒരു കഥ കിടപ്പുണ്ട്, അതിൻ്റെ ഒരു വിത്ത് കിടപ്പുണ്ട് എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യത്തിൻ്റെ ഏറ്റവും ചൂഷണമായിട്ടുള്ള പ്രക്രിയയിൽ നിന്ന് ഉടലെടുത്ത ഒരു കഥ തന്നെയാണത്. അപ്പോൾ ആ ഒരു മിത്ത് മറ്റു പല, ഇപ്പം ഉദാഹരണത്തിന് മലയരർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ഇടയിലും അതേപോലെ തന്നെ മാരുടെ മുറിച്ച് കൊടുത്ത കഥ പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എത്തിച്ചേരുന്ന ടാക്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതായത് യാതൊരു പ്രൊഡക്ഷനും ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ വലിയ ടാക്സുകൾ കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നൊരു കഥ എന്ന നിലയ്ക്കാണ് നമ്മളതിനെ കാണും. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് പ്രാദേശിക ചരിത്രരചനയിൽ നമ്മൾ നോക്കുന്നൊരു പ്രധാനം അത് സത്യമാണോ അസത്യമാണോ എന്നുള്ളതല്ല, മനുഷ്യർ എന്തുകൊണ്ട് ഇത് പറയുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അതിന് പിന്നിൽ ചില കാര്യകാരണങ്ങളുണ്ട്. ആ കാര്യകാരണങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കായിട്ട്. നമ്മളൊരു പക്ഷം പിടിക്കുന്നില്ല, അത് ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം പറയുക എന്നുള്ളൊരു പൊസിഷനാണ് പലപ്പോഴും ചരിത്രകാരന്മാർ എടുക്കുന്നത്. അടുത്ത ചോദ്യം സുനീഷാണ്. എൻ്റെ ചോദ്യം വിനിൽ പോളിനോടാണ്. ഈ ചരിത്ര ധാർമ്മികത ഈ സമകാലിക കാലത്ത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സാധാരണ ഈ വരേണ്യവർഗത്തിൻ്റെ ചരിത്രം മാത്രമല്ല, സാധാരണക്കാരുടെ ചരിത്രം കൂടി ഉൾക്കൊള്ളുന്നതാണ് ചരിത്ര ധാർമ്മികത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ചരിത്ര ധാർമ്മികതയെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന്, എക്സ്പ്രസ് ചെയ്യുന്നതിന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ചരിത്രം എങ്ങനെയാണ് മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. കാര്യം ബാബറി മസ്ജിദ്, അതിനപ്പുറം വേറെ ഒരു കാര്യവും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇന്നത്തെ അവരുടെ ഒരു ഭരണം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, നമ്മൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെന്നൊക്കെ കളിയാക്കി പറയുമെങ്കിലും അതിൻ്റെ അകത്ത് ചരിത്രങ്ങൾ മാത്രമാണ്, വളരെ തെറ്റായ ചരിത്രങ്ങൾ മാത്രം, ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത പാഠപുസ്തകങ്ങൾ തിരുത്തിക്കൊണ്ട് അവർ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതൊരു കൃത്യമായൊരു പ്രോജക്റ്റാണ്. ചരിത്രത്തിനെ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു നിമിഷവും കൂടിയാണെന്നുള്ളതിനൊരു തെളിവാണ്. എന്നാൽ ചരിത്രം ഒരു പ്രത്യേക രീതിയിൽ അക്കാദമിക ചരിത്രത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു വരേണ്യ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരതിനെ സംബന്ധിച്ച് അതിൻ്റേതായ ചില ന്യായീകരണങ്ങളും മുൻപോട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഗവേഷണം ചെയ്ത ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യ കച്ചവടത്തെ സംബന്ധിച്ച്, കേരളത്തിലെ അടിമത്തത്തെ സംബന്ധിച്ചുള്ളൊരു അന്വേഷണമാണ് നടത്തിയത്. അപ്പോൾ അതിൽ ചരിത്രരചനയിൽ വ്യത്യസ്ത സ്കൂളുകളെന്നാണ് നമ്മൾ ഓരോന്നിനെ വിളിക്കുന്നത്. ഓരോ ചരിത്രകാരന്മാരെ മാർക്സിസ്റ്റ് സ്കൂള്, സബാൾട്ടൻ സ്കൂള്, കേംബ്രിഡ്ജ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ഓരോരോ സ്കൂളുകളായിട്ടാണ് തിരിഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും ഒരേപോലെ നിഷേധിച്ചൊരു സങ്കല്പമായിരുന്നു മനുഷ്യ കച്ചവടത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ സ്ലേവറിയെ സംബന്ധിച്ചുള്ളൊരു സങ്കല്പം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, അതായത് അവരെല്ലാവരും ഉയർന്ന ജാതിക്കാരോ ബ്രാഹ്മണരോ ആയതുകൊണ്ട് നിഷേധിച്ചു എന്നുള്ളതല്ല. അവർ പറയുന്നൊരു പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജാതി ശ്രേണിയുടെ സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ള ആഫ്രിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും സാഹചര്യത്തിൽ രൂപം കണ്ട ഒരു തൊഴിൽ ഘടനയല്ല കേരളത്തിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്നത് എന്ന കാരണത്താലാണ് അതിനെ പലപ്പോഴും നിഷേധിച്ചിരുന്നത്. അപ്പോൾ അതൊരു സൈദ്ധാന്തികപരമായിട്ടാണ് നിഷേധിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പൊസിഷൻ എടുത്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്. അപ്പോൾ അതിനെ അതേ രീതിക്ക് തന്നെയാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഉയർന്ന ജാതിക്കാരാണ് താഴ്ന്ന ജാതിക്കാരെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പം EMSൻ്റെ ഒരു ചരിത്രരചനയിൽ അദ്ദേഹം നേരിട്ടൊരു പ്രധാനം മലയാളികളുടെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചപ്പം എല്ലാവരും ഒരേപോലെ ചോദിച്ചൊരു പ്രധാന ചോദ്യമായിട്ട് അല്ലെങ്കിൽ വിമർശനമായിട്ട് വന്നു. അതിൻ്റെ അകത്ത് മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അയ്യങ്കാളി എന്ന് പറഞ്ഞൊരു പേരേ ഇല്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാന പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണി. അപ്പോൾ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ EMSൻ്റെ ആ ഒരു ചരിത്രരചന സങ്കല്പത്തിനുള്ളിൽ അത്തരത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ താഴെ ഒരു ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പ്രസക്തി അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അതിന് പ്രസക്തിയില്ല. അത് പിൽക്കാലത്താണ് അതൊരു പ്രസക്തമായി ഒരു ഇതായി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരേണ്യത എന്നുള്ളൊരു സങ്കല്പം വളരെ കൃത്യമാണ്, വിസിബിളാണ്. അത് പലപ്പോഴും ഒരു പോപ്പുലർ ചരിത്രരചനയിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ചില ജാതിവാദങ്ങൾ മാത്രമായി പറയുന്ന ഒരു ചരിത്രം.
അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു, വീണ്ടും നമ്മൾ രാജാക്കന്മാരെക്കുറിച്ച് പറയുന്ന ചില ചരിത്രങ്ങൾ കേൾക്കുകയാണ് പലപ്പോഴും. രാജാക്കന്മാരെയും രാജകുമാരിമാരെയും കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾക്ക് വളരെ സ്വീകാര്യത ലഭിക്കുന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ സമീപ സമയങ്ങൾ നമ്മുടെ